ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ക്രൈം ത്രില്ലർ മൂവിയായ മൃത്യുഞ്ജയ് എന്ന തെലുങ്ക് മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അച്യുത് എന്നൊരാള് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി തന്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അയാളെ ആരോ ഫോളോ ചെയ്യുന്നതായിട്ട് അയാൾക്ക് തോന്നുന്നതാണ്. പേടിച്ചു പറിച്ചായിരുന്നു അയാൾ വീട്ടിലേക്ക് വരുന്നത്. അയാൾ പേടിച്ചു വരുന്ന കണ്ടിട്ട് അയാളുടെ റിലേറ്റീവ് അയാളോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ തനിക്ക് തോന്നുന്നുണ്ടെന്ന് അച്യുത് പറയുന്നു. എന്നാൽ അവിടെ എങ്ങും ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. അച്യുതന്റെ വൈഫ് മരിച്ചിട്ട് കുറച്ച് നാളായി. അയാൾക്കിപ്പോൾ അയാളുടെ മകൾ അഞ്ജലി മാത്രമേ കൂട്ടിനുണ്ടായിരുന്നുള്ളൂ. ആ സീൻ ഇവിടെ കട്ടായി പിന്നീട് നമ്മളെ കാണിക്കുന്നത് നായകനായ മൃത്യുഞ്ജയാണ്. ജയ് എന്നാണ് അവനെ എല്ലാവരും വിളിക്കുന്നത്. സ്വേച്ഛ എന്ന ന്യൂസ് പേപ്പറിലെ മരണവാർത്തകൾ കൊടുക്കുന്ന ജോലിയായിരുന്നു അവന്. ആ നാട്ടിൽ എവിടെ മരണം നടന്നാലും അവൻ അവിടെ പോയി ആ മരിച്ചയാളുടെ ഫോട്ടോ സഹിതം മരണവാർത്ത ചരമക്കൊളത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരെ കൺവിൻസ് ചെയ്യും. അതിനു വേണ്ടിയിട്ട് ഓരോ വീട്ടുകാരുടെ രീതിക്കനുസരിച്ച് വേഷം മാറിയായിരുന്നു അവനവിടെ പോകുന്നത്. അവരിൽ ഒരാളായിട്ട് നിന്നായിരുന്നു ഈ മരണവാർത്ത പത്രത്തിൽ കൊടുക്കണമെന്നൊക്കെ പറയുന്നത്. ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് അവൻ അവരോട് എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ശരിക്കും ഒരു പോലീസുകാരന്റെ ബുദ്ധിയായിരുന്നു അവനുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് പേരെ കൺവിൻസ് ചെയ്ത് മരണവാർത്ത കൊടുക്കുന്നതിനനുസരിച്ച് അവന്റെ ന്യൂസ് പേപ്പർ ഏജൻസിക്ക് നല്ല കാശ് കിട്ടുകയും അവന് ശമ്പളം കൂട്ടിക്കൊടുക്കുകയും ചെയ്യും. പക്ഷെ അവനെ സംബന്ധിച്ച് അവിടുത്തെ ക്രൈം ബ്യൂറോയില് വാർത്തകൾ കൊടുക്കാനായിരുന്നു അവനിഷ്ടം. എന്നാൽ ക്രൈം ഏരിയയിലേക്ക് കടക്കാൻ നീ ഇപ്പോഴും ആയിട്ടില്ല എന്നും നീ മരണവാർത്തകൾ മാത്രം കൊടുത്താൽ മതിയെന്നുമാണ് അവന്റെ ബോസ് അവനോട് പറയുന്നത്. അവന്റെ കൂടുതലൊരാള് അവിടെ അടുത്തുള്ള BBA ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിന്റെ സ്കാമിനെ പറ്റിയുള്ള ന്യൂസ് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സ്കാമിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ജയ്ക്കറിയാം. അവനത് പറയാൻ തുടങ്ങിയതും അവന്റെ ബോസ് പറയുന്നുണ്ട് നീ മരണക്കോളത്തിലേക്കുള്ള ന്യൂസ് മാത്രം കൊണ്ടുവന്നാൽ മതിയെന്ന്. ജയ്ക്ക് 3 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിലൊരാളുടെ പേര് അഞ്ചി എന്നും രണ്ടാമത്തെ ആളുടെ പേര് സത്യ എന്നുമായിരുന്നു. ഈ സത്യ ഒരു ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്. അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുകയായിരുന്നു സത്യ ചെയ്തുകൊണ്ടിരുന്നത്. സത്യ ഒരു ദിവസം അഞ്ചിയും ജയും തന്റെ കൂടെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഏരിയയിലേക്ക് വിളിക്കുന്നുണ്ട്. അവർ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഇരുന്നൊരു വെള്ളം അഞ്ചി എടുത്ത് കുടിക്കാൻ തുടങ്ങിയതും സത്യ പറയുന്നുണ്ട് അതൊന്നും എടുത്ത് കുടിക്കരുത്, അത് ഒരുതരം കെമിക്കലാണെന്ന്. അത് കുടിച്ചു കഴിഞ്ഞാൽ 15 സെക്കൻഡിനുള്ളിൽ നിന്റെ ശരീരം നിന്റെ കൺട്രോളിലല്ലാതെയാകും. നിന്റെ ബ്രെയിന്റെ പ്രവർത്തനങ്ങൾ നിലച്ച് നീ തൽക്ഷണം മരണപ്പെടും. പേടിച്ചുകൊണ്ട് അഞ്ചി ആ ബോട്ടിൽ താഴെ വെക്കുന്നു. ജയ്ക്ക് അച്ഛനും അമ്മയില്ല. ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതായിരുന്നു. അവന്റെ ആന്റിയാണ് അവനെ വളർത്തിയിരുന്നത്. ജയ്യും അവന്റെ ഫ്രണ്ട്സും ആ കൂട്ടത്തിലുള്ള ബായി എന്നവർ വിളിക്കുന്ന ആൾ ജോലി ചെയ്യുന്ന സെമിത്തേരിയിലായിരുന്നു എപ്പോഴും കണ്ടുമുട്ടുന്നത്. രാത്രികാലങ്ങളിൽ അവരവിടെ നിന്ന് മദ്യപിക്കുന്നതും പതിവാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജയ് ഒരു മരണവാർത്ത അറിയുന്നുണ്ട്. അവിടെ പോയി ആ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് ആ മരിച്ച ആളുടെ ഫോട്ടോയും പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ അവിടേക്ക് പോയത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ ആ മരണം കണ്ട് അവൻ എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നു. അവിടെ മരിച്ചത് മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച അച്യുത് എന്ന് പറയുന്ന ആളായിരുന്നു. അവിടെയുള്ള ആൾക്കാര് പരസ്പരം സംസാരിക്കുന്നതിൽ നിന്നും അച്യുതന്റെ മരണം സാധാരണ മരണമായിട്ട് ജയ്ക്ക് തോന്നിയില്ല. കൂടാതെ അച്യുതന്റെ ഫേസിലും കഴുത്തിലും ഒക്കെ തീപ്പൊള്ള ഏറ്റവും പോലെയുള്ള പാടുകളും ഉണ്ടായിരുന്നു. എല്ലാവരും മരണത്തിൽ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരാള് മാത്രം കരയാതെ ഒരിടത്ത് മാറിയിരിക്കുന്നുണ്ടായിരുന്നു. അത് അച്യുതന്റെ മകൾ അഞ്ജലിയായിരുന്നു. അഞ്ജലിയുടെ അവസ്ഥ എന്താണെന്ന് ആ സമയം ജയ്ക്ക് മനസ്സിലായി. ആ കുട്ടിക്കൊന്ന് കരയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അവൻ കുട്ടിയായിരിക്കുമ്പോൾ അവന്റെ അച്ഛനും അമ്മയും മരിച്ച സമയത്തും അവൻ ഒരുപാട് വിഷമത്തിലായിരുന്നു. അവന്റെ ആന്റി ഒരുപാട് ഷോക്കിലായിരുന്നു. ആന്റിക്കൊന്ന് കരയാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ വിഷമമെല്ലാം ഉള്ളിൽ കിടന്ന് ദേഷ്യമെല്ലാം അവനോടായിരുന്നു ആന്റി തീർത്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം അവൻ ആന്റിയെ നോക്കി വല്ലാതെ കൂവി വിളിക്കാൻ തുടങ്ങി. ആ സമയം അവർ പൊട്ടിക്കരയുകയും ചെയ്തു. പിന്നീടാണ് നോർമൽ ലൈഫിലേക്ക് അവർ രണ്ടുപേരും കടന്നു വന്നത്. അഞ്ജലിയുടെ അവസ്ഥയും അതാണെന്ന് ജയ്ക്ക് മനസ്സിലായി. അവളൊന്ന് പൊട്ടിക്കരഞ്ഞെങ്കിൽ മാത്രമേ അവളുടെ മനസ്സിലെ വിഷമം മാറൂ. അഞ്ജലിയുടെ ദയ തോന്നിയ അവനാകട്ടെ അഞ്ജലി സ്കൂളിൽ പോകുമ്പോഴൊക്കെ തന്നെ അവളെ കാണാൻ വേണ്ടി പോകുമായിരുന്നു. റോഡ് ക്രോസ് ചെയ്യാൻ പേടിച്ചിരുന്ന അവളെ സേഫ് ആയിട്ട് റോഡ് ക്രോസ് ചെയ്ത് കടത്തിവിടുന്നു. പതിയെ അവളുടെ അടുത്ത് പോയി അവളുടെ ഫ്രണ്ടായി മാറാൻ ജയ് ശ്രമിക്കുകയായിരുന്നു. അവളുടെ അച്ഛനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ നന്നായിട്ട് പാട്ടുപാടുമെന്നും സ്ഥിരമായിട്ട് അവിടെയുള്ള ഒരു അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകാറുണ്ടായിരുന്നുവെന്നും രാവിലെ ജോഗിങ്ങിന് പോകാറുണ്ടായിരുന്നു എന്നൊക്കെ അവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്നത് ജയ് കേട്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ജയ് ആകട്ടെ അഞ്ജലിയോട് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ ജോഗിങ്ങിന് പോകുമ്പോഴും അമ്പലത്തിൽ വരുമ്പോഴും ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു എന്ന്. എന്നാൽ അവൾ ഒന്നും മൈൻഡ് ചെയ്തില്ല. അവളോട് കള്ളം പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് തോന്നി ജയ് പറയുന്നുണ്ട് എനിക്ക് നിന്റെ അച്ഛനെ അറിയത്തു പോലുമില്ല എന്ന്. ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേട്ടതാ. പക്ഷെ നിന്റെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. നിന്റെ അച്ഛന് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തി തരും. ആ ദിവസം ഞാൻ ചോദിക്കുന്ന കാര്യം നീ എനിക്ക് തരണമെന്ന് പറയുന്നു. ആ കുട്ടിയപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട് എന്റെ അച്ഛൻ എങ്ങനെയായിരിക്കും മരിച്ചതെന്ന്. അതെന്തായാലും ഞാൻ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ടാണ് ജയ് അവിടെ നിന്നും പോകുന്നത്. അന്ന് രാത്രി ആ ഏരിയയില് മറ്റൊരു മരണം നടക്കുന്നു. വിക്രാന്ത് എന്ന് പറയുന്ന ഒരാളാകട്ടെ അവിടെ അടുത്തുള്ള ഒരു ചെറിയ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയം മുകളിൽ തൂക്കിയിട്ടിരുന്ന ലൈറ്റുകൾ പൊട്ടുകയും ആ വയർ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അത് പോയി വീഴുന്നത് വിക്രാന്ത് നിന്നതിന് തൊട്ടടുത്തുള്ള വെള്ളത്തിലായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് വിക്രാന്ത് ബാക്കിലോട്ട് കാലെടുത്ത് വെച്ചതും അയാൾക്ക് ഷോക്കേൽക്കുകയും തൽക്ഷണം മരിക്കുകയും ചെയ്തു. അച്യുതന്റെ ശരീരത്തിൽ ഉണ്ടായ പോലെ അതേ മുറിവുകളായിരുന്നു ആ ഷോക്കേറ്റ് അയാൾക്കും ഉണ്ടായത്. ഇതാന്ന് പറയുന്ന പോലീസ് ഓഫീസറാണ് ഈ കേസ് അന്വേഷിക്കാൻ വരുന്നത്. ആ മരണത്തിൽ അവർക്ക് അസ്വാഭാവികത ഒന്നും തന്നെ തോന്നിയില്ല. ആ ലൈറ്റ് അറിയാതെ പൊട്ടി വീണത് കാരണം ഉണ്ടായതായിരിക്കും ആ മരണം. വിക്രാന്തിന്റെ വീട്ടിലും മരണവാർത്ത കവർ ചെയ്യാൻ ജയ് പോകുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ സ്ഥിരമായിട്ട് മെട്രോയിൽ യാത്ര ചെയ്തിരുന്ന ആളായിരുന്നു വിക്രാന്ത്.
വിക്രാന്ത് എന്ന് മനസ്സിലായി. കൂടാതെ രാവിലെ ജോഗിങ്ങിന് പോകാറുണ്ട്, ദിവസം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാറുമുണ്ട്. അയാളുടെ വീട്ടില് BBA ബാങ്കിന്റെ ഒരു ഫയൽ ഇരിക്കുന്നത് ജയ് ശ്രദ്ധിക്കുന്നു. പ്രസ് കോൺഫറൻസിൽ ഈയൊരു മരണം ഒരു ആക്സിഡന്റൽ ഡെത്ത് ആയിട്ട് തന്നെ പറഞ്ഞാൽ മതിയെന്ന് മേലുദ്യോഗസ്ഥർ പറഞ്ഞെങ്കിലും തീയതിക്ക് കുറിച്ച് ഡൗട്ടുകൾ ഉണ്ടായതുകൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിനുശേഷം കൺഫേം പറയാമെന്നുമാണ് പ്രസിനോട് സീത പറയുന്നത്. വിക്രാന്തിന്റെ ശരീരത്തിൽ കണ്ട അതേ മുറിവുകൾ ജയ് അച്യുതന്റെ ശരീരത്തിലും കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അച്യുത് എങ്ങനെയാ മരിച്ചതെന്ന് ജയ് അന്വേഷിക്കുന്നു. അച്യുതും ഇതുപോലെ കുറച്ചപ്പുറത്തുള്ളൊരു അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഷോക്കേറ്റ് തന്നെയാണ് മരിച്ചത്. വിക്രാന്ത് മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അച്യുത് മരിച്ചിരിക്കുന്നത്, അതും ഒരേ രീതിയിൽ തന്നെ. ആ കോയിൻസിഡൻസ് നോർമൽ അല്ല എന്ന് ജയ്ക്ക് മനസ്സിലായി. തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഈ മരണത്തെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ ജയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. BBA ബാങ്ക് നടത്തുന്ന സ്കാമിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ വലിയൊരു സാക്ഷിയായിരുന്നു, അതുകൊണ്ട് തന്നെ അയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷനും ഉണ്ടായിരുന്നു. എന്നിട്ടും അയാൾ മരണപ്പെട്ടു. ഇത് മനസ്സിലാക്കി ജയ് ആകട്ടെ സീതയോട് പോയി ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും സീരിയസ് ആയിട്ട് സീത എടുക്കുന്നില്ല. എന്താണെങ്കിലും ജയ് ഇത് വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. വിക്രാന്തിന്റെ മരണം നടന്ന സ്ഥലത്ത് സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു ഭിക്ഷക്കാരനെ പോയി ജയ് കാണുന്നു. അയാളോട് ചോദിക്കുന്നുണ്ട് ഈ മരണം നടന്നതിന്റെ അന്ന് രാത്രി എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നുവെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് സാധാരണ ഈ അമ്പലത്തിന്റെ മുകളിലുള്ള ഈ ലൈറ്റ് ശരിയാക്കാനും മാറ്റിയിടാനും ഒക്കെ നീളം കുറഞ്ഞ ഒരാളാണ് വരാറുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നീളം കൂടിയ കഷണ്ടി തലയനായ പവർ ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരാളാണ്. അയാളുടെ ഇടത്തെ കാലിന് പോളിയോ ബാധിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസങ്ങളായിട്ട് അയാൾ കുറെ സമയം ഇവിടെ നിന്ന് ഈ സ്ഥലം എല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടിരുന്നു. വിക്രാന്ത് മരിച്ച സമയത്ത് ആ മനുഷ്യൻ ആ പോസ്റ്റിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. ആ ലൈറ്റുകളെല്ലാം കണക്ട് ചെയ്യുന്ന വയർ അവിടെയാണ് ഉണ്ടായിരുന്നത്. അയാൾ മനഃപൂർവ്വം വയർ അവിടെ നിന്ന് പൊട്ടിച്ചിട്ടതാണെന്ന് ഇതോടെ ജയ്ക്ക് മനസ്സിലായി. ആ സമയം നമ്മളെ BBA ബാങ്കിന്റെ ഉദ്യോഗസ്ഥരെ കാണിക്കുന്നു. ബഷീർ എന്ന് പറയുന്ന ഒരാളെ വിളിച്ചിട്ട് അവർ കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നു. അവരുടെ ബാങ്കിനെതിരെ കേസ് കൊടുക്കുന്ന ഓരോരുത്തരെയായിട്ട് കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ബഷീറിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബഷീറിന്റെ അണ്ടറിലുള്ള ആളായിരുന്നു നമ്മുടെ കൊലയാളി. സാധു എന്നാണ് ആ കൊലയാളിയുടെ പേര്. ക്രാന്തിന്റെ മരണം നടന്ന സ്ഥലത്ത് ആ കൊലയാളി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അച്യുതന്റെ മരണം നടന്ന സ്ഥലത്തും അയാൾ വന്നിട്ടുണ്ടാകും. അച്യുതന്റെ മരണം അവിടെ നിന്നും കുറച്ചു മാറി മറ്റൊരു അമ്പലത്തിന്റെ ഫ്രണ്ടിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ അടുത്തുള്ള ATMന്റെ ഫ്രണ്ടിലിരിക്കുന്ന സെക്യൂരിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അയാളിൽ നിന്നും ഒരുപാട് വിവരങ്ങൾ ജയ്ക്ക് കിട്ടുന്നുണ്ട്. കാലിൽ പോളിയോ ബാധിച്ച് കുറച്ച് കഷണ്ടിയായിട്ട് കണ്ണടിയൊക്കെ വെച്ചിട്ടുള്ള ആളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട് ഏകദേശം 1 മാസമായിട്ട് അയാൾ ഈ അമ്പലത്തിന്റെ അടുത്ത് വന്ന് നിൽക്കാറുണ്ടായിരുന്നുവെന്ന്. ആ ഏരിയയിൽ CCTV ക്യാമറ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 1 മാസം അച്യുതനെ വാച്ച് ചെയ്ത ശേഷമാണ് കില്ലർ അച്യുതനെ കൊന്നിരിക്കുന്നത്. പക്ഷേ വിക്രാന്തിനെ കൊല്ലാൻ അധിക ദിവസം എടുത്തിട്ടില്ല. ഏകദേശം 3 ദിവസം മാത്രമേ എടുത്തിട്ടുള്ളൂ. അച്യുതന്റെ വീട്ടിൽ പോയി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഓഫീസർ എന്നുള്ള വ്യാജേനയാണ് ജയ് അവിടേക്ക് ചെല്ലുന്നത്. അവിടെ എത്തി അച്യുതന്റെ ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അവരോട് ചോദിക്കുമ്പോൾ അച്യുതന്റെ റിലേറ്റീവ്സ് പറയുന്നുണ്ട് ഏകദേശം 2 ആഴ്ചയായിട്ട് അവനെ ആരോ ഫോളോ ചെയ്യുന്നതായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന്. അവന് 2 ചെറിയ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തവണ അവനൊരു മാൻഹോളിൽ വീഴേണ്ടതായിരുന്നു. കഷ്ടിച്ചാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. രണ്ടാമത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് ബാക്കിൽ നിന്ന് സ്റ്റെയർ ചെയ്യുന്ന ആരോ അവനെ തള്ളിയിടാൻ ശ്രമിച്ചു. അന്നും അവൻ തലനാരിഴിക്കാണ് രക്ഷപ്പെട്ടത്. പല രീതിയിലും അച്യുതനെ കൊല്ലാൻ കില്ലർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ സക്സസ് ആയത് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വെച്ച് ഷോക്കടിപ്പിച്ച് കൊല്ലുക എന്നുള്ള രീതിയായിരുന്നു. ആർക്കും സംശയം ഉണ്ടാക്കാത്ത ഒരു അപകട മരണം, അതായിരുന്നു കില്ലറിന്റെ ലക്ഷ്യം. ക്രാന്ത് അച്യുതും ഒരേപോലെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വരുന്നവരാണ്. അതുപോലെ തന്നെ രാവിലെ ജോഗിങ്ങിന് പോവുകയും ഇതുപോലെ വഴിയിലുള്ള അമ്പലത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ. എല്ലാം കൂട്ടി വായിച്ചപ്പോൾ ജയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. കില്ലറിന്റെ യഥാർത്ഥ ലക്ഷ്യം വിക്രാന്ത് ആയിരുന്നു. BBA ബാങ്കിനെതിരെ കേസ് കൊടുത്ത വിക്രാന്ത്. പക്ഷെ അയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു അപകട മരണത്തിലൂടെ പെട്ടെന്ന് അയാളെ കൊല്ലാൻ പറ്റില്ല. കാരണം ഇൻ കേസ് അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ കില്ലർ പിടിക്കപ്പെടും. അതുകൊണ്ട് സക്സസ് ആകുമെന്ന് ഉറപ്പുള്ളൊരു രീതിയായിരിക്കണം കില്ലർ തിരഞ്ഞെടുക്കേണ്ടത്. യഥാർത്ഥ കൊല നടത്തുന്നതിന് മുമ്പ് ഒരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിക്രാന്തിന്റെ അതേ രീതിയിൽ തന്നെ ഡെയിലി റുട്ടീൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന അച്യുതനെ കില്ലർ 1 മാസം ഫോളോ ചെയ്യുകയും പല രീതിയിൽ അച്യുതനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തത്. സക്സസ് ആയത് ഷോക്ക് അടിപ്പിച്ച് കൊല്ലുക എന്നുള്ള രീതിയിലായിരുന്നു. അതുകൊണ്ട് അതേ മെത്തേഡ് തന്നെ തന്റെ യഥാർത്ഥ ടാർഗറ്റായ വിക്രാന്തിലും ആ കില്ലർ പ്രയോഗിക്കുകയും വിക്രാന്തും അതേ രീതിയിൽ കൊല്ലപ്പെടുകയും ചെയ്തു. കില്ലർ വളരെയധികം ബുദ്ധിശാലിയാണെന്ന് ജയ്ക്ക് മനസ്സിലായി. എന്താണെങ്കിലും അച്യുതനെ കൊല്ലാൻ വേണ്ടിയിട്ട് കില്ലർ അച്യുത് വീട്ടിലേക്ക് വരുന്നതും അച്യുത് പോകുന്ന സ്ഥലങ്ങളും എല്ലാം തന്നെ വീക്ഷിച്ചിട്ടുണ്ടാകും. ഈ സ്ഥലങ്ങളെല്ലാം നല്ലപോലെ വീക്ഷിക്കാൻ പാകത്തിന് അച്യുതന്റെ വീടിന്റെ അടുത്ത് ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. വാനിലേക്ക് എന്ന് പറയുന്ന ആ അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ കയറി ജയ് നോക്കിയപ്പോൾ ജയ്ക്ക് മനസ്സിലായി മെട്രോ സ്റ്റേഷനും ആ അമ്പലവും അച്യുതന്റെ വീടും എല്ലാം തന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാമെന്ന്. ജയ് ആ അപ്പാർട്ട്മെന്റിലെ ഓരോ റൂമിലും പോയി കൊട്ടുകയും അവരോടെല്ലാം തന്നെ കഷണ്ടി തലയും ഇടതുകാലിൽ പോളിയോ ബാധിക്കുകയും കണ്ണാടി വെക്കുകയും ചെയ്ത ഒരാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. തങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് അവരെല്ലാവരും പറയുന്നു. പക്ഷെ ആ കില്ലർ അതേ അപ്പാർട്ട്മെന്റിലെ ഒരു റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ജയ് ആ കില്ലറിന്റെ ഫ്ലാറ്റിലും പോയി ബെല്ലടിക്കുന്നു. ഒരു കുപ്പി വെള്ളവും കുടിച്ചുകൊണ്ടായിരുന്നു കില്ലർ വാതിൽ തുറന്നത്. പക്ഷെ ജയ്യോട് ആ വാച്ച്മാനും ഭിക്ഷക്കാരനും പറഞ്ഞ ആ രൂപമായിരുന്നില്ല കില്ലറിനുണ്ടായിരുന്നത്. കില്ലർ പല സമയം പല രൂപത്തിലായിരുന്നു നടന്നിരുന്നത്. ഇപ്പോൾ അയാളുടെ യഥാർത്ഥ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതറിയാതെ ജയ് അയാളോട് ചോദിക്കുന്നുണ്ട് സ്പെക്സ് വെച്ച് കഷണ്ടിയായ ഇടതുകാലിൽ പോളിയോ ബാധിച്ച ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. തന്നെ അന്വേഷിച്ചാണ് ഇവൻ വന്നിരിക്കുന്നതെന്ന് കില്ലറിന് മനസ്സിലായി. അങ്ങോട്ടയാളെ കണ്ടിട്ടില്ല എന്ന്
വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ വെള്ളക്കുപ്പി കുടിച്ചിട്ട് ആ കുപ്പി നന്നായിട്ട് ചുരുട്ടി പോക്കറ്റിലേക്ക് വെക്കുകയായിരുന്നു കില്ലർ. എന്നിട്ട് പതിയെ വാതിലടയ്ക്കുകയും ചെയ്തു. ജയ് അടുത്ത റൂമിലേക്ക് ഇതേ കാര്യം ചോദിക്കാൻ പോയി. പക്ഷെ കില്ലർ ആ സമയം തന്നെ അന്വേഷിച്ചു വന്ന ജയെ കൊല്ലാൻ വേണ്ടിയിട്ട് തോക്കെടുക്കുകയായിരുന്നു. തോക്കുമായിട്ട് കില്ലർ പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും ആ സമയം ജയ് അവിടെ നിന്നും താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആരും കാണാതെ ജയെ കൊല്ലാൻ വേണ്ടിയിട്ട് കില്ലർ ടെറസിന്റെ മുകളിൽ കയറി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അവൻ അപ്പാർട്ട്മെന്റ് വിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവനെ കില്ലർ ഷൂട്ട് ചെയ്യും. എന്നാൽ ആ സമയം മഴ പെയ്യാൻ തുടങ്ങിയതോടുകൂടി എല്ലാവരും കുടനിവൃത്തിയാണ് പോയത്. അത് കാരണം കില്ലറിന് ജയെ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ ഉണ്ടായിരുന്ന CCTV വിഷ്വൽസ് കളക്ട് ചെയ്ത് ജയ് ആരാണെന്നും അവന്റെ അഡ്രസ് എന്താണെന്നും ഒക്കെ കില്ലർ തേടി പിടിച്ചെടുക്കുന്നു. ജയ് തന്നെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ അവനെ കൊന്നുകളയാനായിരുന്നു കില്ലറിന്റെ പ്ലാൻ. ജയ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അവനെ ഫോളോ ചെയ്ത് കില്ലർ പോകാൻ ആരംഭിച്ചു. കില്ലർ ഈ കൊലപാതകം 2 നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ ഇതിനു മുമ്പും ഇങ്ങനത്തെ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടാകാമെന്ന് ജയ് ഊഹിക്കുന്നു. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന തന്റെ ഫ്രണ്ട് സത്യയുടെ സഹായത്തോടു കൂടി അവിടെ റിപ്പോർട്ട് ചെയ്ത മരണങ്ങളുടെ ഫയൽസ് എല്ലാം എടുക്കാനായിരുന്നു ജയ് തീരുമാനിച്ചത്. അങ്ങനെ ജയ് ആ ഫയലിരിക്കുന്ന റൂമിലേക്ക് കയറി. ജയെ ഫോളോ ചെയ്തു വന്ന കില്ലറും അവനെ കൊല്ലാൻ വേണ്ടി ഹോസ്പിറ്റലിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആരോ വാതിൽ തുറന്നു വരുന്ന സൗണ്ട് കേട്ടിട്ട് ഹോസ്പിറ്റലിൽ ആരെങ്കിലും കാണുമെന്ന് കരുതിയിട്ട് ജയ് ഫയൽസും എടുത്ത് അവിടെ നിന്നും ജനൽ വഴി പുറത്തേക്കിറങ്ങി. എന്നാൽ ജയുടെ പിറകെ വന്ന കില്ലർ ആയിരുന്നു അതെന്ന് ജയ്ക്ക് മനസ്സിലായില്ല. കില്ലറും ജയുടെ പിറകെ ജനൽ വഴി പുറത്തേക്ക് പോയി. ജയ് അടുത്തുള്ളൊരു പബ്ലിക് ടോയ്ലറ്റിലേക്കാണ് കയറുന്നത്. ആ സമയം ജയ്ക്ക് തന്റെ ഓഫീസിൽ നിന്നൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ആൾക്കാരെ പോയി ഒന്ന് കൺവിൻസ് ചെയ്യണമെന്ന്. അത് കാരണം ജയ് ആകട്ടെ ബാത്റൂമിൽ നിന്ന് തന്നെ ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റൊരു വേഷം മാറിയാണ് പോകുന്നത്. ജയ് പുറത്തിറങ്ങുമ്പോൾ കൊല്ലാൻ വേണ്ടി കാത്തിരുന്ന കില്ലറിന് ജയ് വേഷം മാറി പെട്ടെന്ന് പുറത്തേക്ക് പോയത് കൊണ്ട് അവനെ മനസ്സിലായില്ല. കുറച്ചുനേരം ആലോചിച്ചപ്പോഴാണ് ജയ് ഓൾറെഡി ഇവിടെ നിന്ന് പോയെന്ന് കില്ലറിന് മനസ്സിലാകുന്നത്. വീട്ടിലെത്തി ജയ് ആകട്ടെ ഫയൽ പരിശോധിച്ച് സംശയം തോന്നിയ മരണങ്ങളെല്ലാം തന്നെ മാറ്റിവെക്കുന്നു. ഒരേ രീതിയിൽ 2 മരണങ്ങൾ പലയിടങ്ങളിലും നടന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഈ കില്ലറിന്റെ പണിയാണെന്ന് ജയ്ക്ക് മനസ്സിലായി. ജയ് ഈ കാര്യങ്ങൾ അറിയിക്കാൻ സീതയെ കാണാൻ പോയെങ്കിലും സീത അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ആ സമയം ജയുടെ അഡ്രസ്സിലേക്ക് ആ കില്ലർ വന്നിട്ടുണ്ടായിരുന്നു. കുറെ നേരം ജയ് സീതയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. താൻ ഒരു കൊച്ചു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്നും അവളുടെ അച്ഛൻ എങ്ങനെയാ മരിച്ചതെന്ന് താൻ കണ്ടെത്തുമെന്നും ആ കില്ലറിനെ താൻ പിടിക്കുമെന്നും. ആ ഫയൽസ് നോക്കാൻ സീതയെ ഏൽപ്പിച്ചിട്ടാണ് ജയ് അവിടെ നിന്നും വീട്ടിലേക്ക് പോകുന്നത്. സ്ഥിരമായിട്ട് ജയ് താക്കോല് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും താക്കോല് മാറിയിരിക്കുന്നത് ജയുടെ ശ്രദ്ധയിൽപ്പെട്ടു. തന്റെ വീട്ടിൽ ആരോ ഓൾറെഡി കയറിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ആ സമയം വീടിനുള്ളിൽ കയറി അവിടെയെല്ലാം പരിശോധിച്ച ശേഷം കില്ലർ പുറത്തു തന്നെ ജയെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ അപകടമണത്ത ജയ് ആകട്ടെ ആ താക്കോല് കൊണ്ട് ചെറുതായിട്ട് തന്റെ വീടിന്റെ സൈഡിലുള്ള ജനലൊന്ന് കുത്തിപ്പൊട്ടിച്ചു നോക്കുന്നു. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് വീടിനുള്ളിൽ നിറയെ ഗ്യാസ് നിറഞ്ഞിരിക്കുകയാണെന്ന്. കില്ലർ അകത്ത് വന്ന് ഗ്യാസിന്റെ കുറ്റി തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഇവൻ അകത്തേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന സ്പാർക്കില് അവിടെ മുഴുവൻ തീ പടരുകയും അവൻ മരിക്കുകയും ചെയ്യും. അതായിരുന്നു കില്ലറിന്റെ പ്ലാൻ. ഇത് മനസ്സിലാക്കി അവനാകട്ടെ അകത്തേക്ക് കയറാതെ അവിടെ നിന്നും തിരിച്ച് താഴേക്ക് ഇറങ്ങുന്നു. താൻ വിചാരിച്ചതിനേക്കാൾ ബുദ്ധിമാനാണ് ജയ് എന്ന് കില്ലർക്ക് മനസ്സിലായി. കില്ലർ തന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തന്നെ ഷൂട്ട് ചെയ്യുമെന്ന് ജയ്ക്ക് അറിയാമായിരുന്നു. അത് കാരണം തന്റെ ചുറ്റിനും ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ട്രാഫിക് പോലീസുകാരനെ വെറുതെ പോയി അടിക്കുന്നു. അപ്പോഴേക്കും ആള് കൂടുകയും ആകെ ബഹളം വെക്കുകയും ചെയ്തു. ജയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. കില്ലറിൽ നിന്നും തൽക്കാലം ഒന്ന് രക്ഷപ്പെടാനായിരുന്നു ജയ് അങ്ങനെ ചെയ്തത്. 10 ദിവസത്തേക്ക് ജയെ റിമാൻഡിൽ വിടുന്നു. 10 ദിവസം കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങുന്നത് ഒക്ടോബർ 2-നാണ്. അന്ന് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് കില്ലർ പ്ലാൻ ചെയ്ത് വെക്കുന്നു. താൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കില്ലർ ഒരു വാടക കൊലാളിയാണെന്ന് ഇതിനോടകം ജയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ജയിലിലുണ്ടായിരുന്ന ഇതുപോലൊരു വാടക കൊലാളിയോട് ഈ കൊലാളികൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്, അവരേതൊക്കെ രീതിയിലായിരിക്കാം പ്രവർത്തിക്കുന്നതെന്നൊക്കെ ജയ് ചോദിച്ചു മനസ്സിലാക്കുന്നു. വാടക കൊലാളിയെ സംബന്ധിച്ച് അവരുടെ ഐഡന്റിറ്റിയാണ് ഏറ്റവും വലിയ കാര്യം. തന്റെ ഐഡന്റിറ്റി അവൻ ആരോടും വെളിപ്പെടുത്തില്ല. ഡയറക്റ്റ് ആയിട്ട് ഒരു ഡീലിംഗും ഉണ്ടാകില്ല. കുറച്ച് ഇടനിലക്കാരുണ്ടാകും. കൊല്ലേണ്ട ആളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവരായിരിക്കും അവന് മറ്റൊരു രീതിയിൽ എത്തിച്ചു കൊടുക്കുന്നത്. ഇവിടെ സാധു എന്ന് പറയുന്ന നമ്മുടെ കൊലയാളിക്ക് കണക്ഷൻ ഉണ്ടായിരുന്നത് ബഷീർ എന്ന് പറയുന്ന ഇയാളോടാണ്. ആർക്കെങ്കിലും ആരെങ്കിലും കൊല്ലണമെങ്കിൽ ബഷീറിനെ ആയിരിക്കും ആ ആൾക്കാർ ഏൽപ്പിക്കുക. ബഷീർ കൊല്ലേണ്ട ആളുടെ ഡീറ്റെയിൽസ് എല്ലാം ഒരു കവറിലാക്കി തന്റെ കൂടെയുള്ള ഒരു പയ്യന്റെ കയ്യിൽ കൊടുക്കും. ആ പയ്യൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇത് വെക്കുകയും ചെയ്യും. സാധു അവിടെ നിന്നും അത് കളക്ട് ചെയ്യുകയും കറക്റ്റ് ആയിട്ട് ആ ആളെ കൊല്ലുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സാധുവിന് ഡയറക്റ്റ് ആയിട്ട് ഒരു കോണ്ടാക്റ്റും ഉണ്ടാകില്ല. സാധു ആകെ വല്ലപ്പോഴും വിളിക്കുന്നത് ബഷീറിനെ മാത്രമാണ്. പക്ഷെ ബഷീറിനെ ഈ മിഷൻ ഏൽപ്പിക്കുന്ന ആൾക്കാരുമായിട്ട് സാധുവിന് കോണ്ടാക്ട് ഉണ്ടാകില്ല. അവർക്ക് ബഷീറുമായിട്ട് മാത്രമേ കോണ്ടാക്ട് ഉള്ളൂ. ഇത് മനസ്സിലാക്കിയ ജയ് ആകട്ടെ സീതയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, BBA ബാങ്കിന്റെ ഓണേഴ്സ് ഉറപ്പായിട്ടും ആരെയെങ്കിലും കൊല നടത്താൻ ഏൽപ്പിച്ചിട്ടുണ്ടാകും. ആ ആള് ആരാണെന്ന് കണ്ടെത്തണം. അയാള് വഴി നമുക്ക് കൊലപാതകയിലേക്ക് എത്താം. എന്നാൽ ജയേക്കാൾ മുൻപേ ഇതെല്ലാം തന്നെ കില്ലറും ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കില്ലർ തന്നിലേക്ക് പോലീസുകാരെ എത്താതിരിക്കാൻ ബഷീറിന്റെ അടുത്തേക്ക് വരികയും ഒരു പ്രത്യേകതരം ഗ്യാസ് തുറന്നുവിട്ട് ബഷീറിനെ കൊല്ലുകയും ചെയ്യുന്നു. ശ്വാസം മുട്ടിയ ബഷീർ തന്റെ കൈ രണ്ടും കസേരയോട് ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. ഓൾറെഡി അടുത്ത ആളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കില്ലറിന് ബഷീർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ചെറിയ പേപ്പർ ബഷീറിന്റെ കയ്യിലും ഉണ്ടായിരുന്നു. ശ്വാസം മുട്ടുന്നതിനിടയിൽ അയാൾ കൈയാകട്ടെ ബാക്കിലേക്ക് പിടിച്ചത് കാരണം അത് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. BBA ബാങ്കിന്റെ ആൾക്കാരുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ബഷീറിനെ അവർ വിളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി പോലീസുകാർ ബഷീറിനെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓൾറെഡി അവർക്ക് ഇങ്ങോട്ട് റിപ്പോർട്ട് കിട്ടുന്നത് അയാൾ കൊല്ലപ്പെട്ടുവെന്ന്. ജയുടെ അന്വേഷണം കറക്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കി
സീതയാകട്ടെ തന്റെ പവർ ഉപയോഗിച്ച് ജയെ പുറത്തിറക്കുന്നു. അവനെയും കൂട്ടി ബഷീർ കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നു. അവിടെയെല്ലാം പരിശോധിക്കുമ്പോൾ അയാളുടെ ചെയറിന്റെ അടിയിൽ നിന്നും ആ ചെറിയ പേപ്പർ കഷ്ണം ജയ്ക്ക് കിട്ടുന്നുണ്ട്. ഉറപ്പായിട്ടും അടുത്ത ആളെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇടുന്ന സ്ഥലമായിരിക്കാം ഇതെന്ന് ജയ്ക്ക് ഡൗട്ട് തോന്നി. ഒരു മാർക്കറ്റിന്റെ പേരായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇന്നേ ദിവസം വൈകുന്നേരമാണ് എന്തോ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ജയ് സീതയും കൂട്ടി അവിടേക്ക് പോകുന്നു. തന്റെ ടീമിലെ പല അംഗങ്ങളെയും അവിടെ എവിടെയായിട്ട് സീത നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാം ക്യാമറയും ഉണ്ട്. സംശയാസ്പദമായിട്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സീത ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജയ് പറഞ്ഞ പ്രകാരം കില്ലറിന് കഷിന്റെ തലയും ഇടത്തെ കാലിൽ പോളിയോയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരാളെയായിരുന്നു ഇവരെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരാളെയും ഇവർ കണ്ടില്ല. പക്ഷേ കില്ലർ അതേസമയം തന്റെ യഥാർത്ഥ രൂപത്തിൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു ക്യാമറയിൽ പോലും പെടാതെ ഒളിച്ചും പാത്തുമായിരുന്നു കില്ലർ നടന്നുകൊണ്ടിരുന്നത്. ജയുടെ അടുത്തൂടെ പലതവണ പോയിട്ടും ജയ് അവനെ ശ്രദ്ധിച്ചില്ല. ജയുടെ അടുത്ത് നിന്ന് അവന്റെ കയ്യിൽ നിന്ന് ലൈറ്റർ വാങ്ങി സിഗരറ്റ് കത്തിച്ചിട്ട് പോലും ജയ് എപ്പോഴും തന്റെ ചുറ്റും അല്ലാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. തന്റെ അടുത്ത് നിൽക്കുന്ന കില്ലറിനെ ഒന്നും ജയ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവനെ സംബന്ധിച്ച് കില്ലറിന് കഷിന്റെ തലയും പോളിയോ ബാധിച്ച കാലുമാണല്ലോ. അവൻ അത് തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ലൈറ്റർ തിരിച്ചു കൊടുത്തിട്ട് കില്ലർ അവിടെ നിന്നും പോയി. പക്ഷെ ആ ലൈറ്ററിൽ ഒക്ടോബർ 2 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതോടെ ജയ്ക്ക് മനസ്സിലായി തന്റെ അടുത്ത് വന്നത് കില്ലർ ആയിരുന്നു എന്ന്. പക്ഷെ ചുറ്റും നോക്കിയപ്പോഴേക്കും കില്ലർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ക്യാമറയിലെല്ലാം അവർ ചെക്ക് ചെയ്തെങ്കിലും ഒരു ക്യാമറയിലും ജയ് പറഞ്ഞപ്പോൾ ഒരാൾ പെട്ടിട്ടില്ല. സീതയ്ക്ക് ജയിലുള്ള വിശ്വാസവും പോയി. എന്റെ കൂടെ സമയം നീ കളയുകയാണെന്ന് പറഞ്ഞിട്ട് സീത അവിടെ നിന്നും പോയി. വീട്ടിലെത്തി ജയ് ആകെ കൺഫ്യൂഷനിലായിരുന്നു. കേസ് എങ്ങും എത്തുന്നില്ല. അതിനിടയ്ക്ക് അവന്റെ ആന്റി വിളിച്ചപ്പോൾ അവൻ തന്റെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ അന്വേഷിക്കുന്ന കില്ലർ ആരാണെന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ അവന്റെ ആന്റി പറയുന്നുണ്ട്, നീ അന്വേഷിക്കുന്ന ആൾ ചിലപ്പോൾ നീ വിചാരിക്കുന്ന രൂപത്തിലല്ലെങ്കിലോ, അതായിരിക്കും ചിലപ്പോൾ നിനക്ക് കണ്ടെത്താൻ പറ്റാത്തത്. അവന്റെ ആന്റി പറഞ്ഞ വാക്കുകൾ അവന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ഒരുപക്ഷെ ആ സെക്യൂരിറ്റിയും ഭിക്ഷക്കാരനൊന്നും പറഞ്ഞ രൂപത്തിലായിരിക്കില്ല അയാൾ. ഒന്നുകൂടി ആ CCTV ക്യാമറയെല്ലാം തന്നെ ജയ് പോയി ചെക്ക് ചെയ്യുന്നു. അതിൽ നിന്നെല്ലാം അവന് മനസ്സിലാക്കുന്നുണ്ട് ഒരാള് മാത്രം CCTVയിലൊന്നും പെടാതെ ഒളിഞ്ഞും പാത്തും നടക്കുന്നതായിട്ട്. ഓരോ ക്യാമറയും എവിടെയുണ്ടെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മറഞ്ഞാണ് അയാൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അയാൾ എന്തായാലും ഒരു ക്യാമറയിൽ പെട്ടിട്ടുണ്ടാകുമെന്ന് ജയ്ക്ക് ഉറപ്പായിരുന്നു. അവിടെ ഒരു ട്രാഫിക് പോലീസുകാരനുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ക്യാമറയുണ്ട്. അയാൾ അവിടെ നിർത്തിവെച്ചിരുന്ന ബൈക്കുകളുടെ എല്ലാം തന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അത് മാർക്കറ്റിന്റെ എൻട്രൻസിൽ വെച്ചിട്ട്. ഉറപ്പായിട്ടും ആ എൻട്രൻസ് വിട്ട് ഈ കില്ലർ പോയിട്ടുണ്ടെങ്കിൽ അയാളും ആ ഫോട്ടോയിൽ പതിഞ്ഞിട്ടുണ്ടാകും. ട്രാഫിക് പോലീസുകാരൻ തന്റെ സൈറ്റില് ആ ഫോട്ടോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ആ സൈറ്റിൽ കയറി ജയും കൂട്ടരും ആ ഫോട്ടോസ് കാണുന്നു. അതിൽ ആ ക്യാമറയിൽ മറഞ്ഞു നടന്നിരുന്ന ആളെയും കാണാമായിരുന്നു. പക്ഷേ കില്ലറിന്റെ ഫേസ് അപ്പോഴും അവർക്ക് വ്യക്തമായിരുന്നില്ല. കില്ലർ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കുപ്പി ചുരുട്ടി പോക്കറ്റിലേക്ക് വെക്കുന്ന ചില ഫോട്ടോസും ജയ് കാണുന്നു. അതുപോലെ തന്നെ കില്ലറിന്റെ കണ്ണിന്റെ ഒരു സൈഡും അവന് കാണാമായിരുന്നു. ഇതെല്ലാം കണ്ടതോടുകൂടി ജയ് പറയുന്നുണ്ട്, കില്ലർ ആരാണെന്ന് എനിക്ക് പിടികിട്ടിയെന്ന്. അവന്റെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, കില്ലറിന്റെ ഫേസ് പോലും ക്ലിയർ ആയിട്ട് കാണുന്നില്ല, പിന്നെ എങ്ങനെ നിനക്ക് മനസ്സിലായി എന്ന്. അപ്പോഴാണ് തന്റെ ഫോണിൽ ഒരു വീഡിയോ എടുത്ത് അവൻ കാണിക്കുന്നത്. അച്യുതന്റെ വീടിന്റെ അടുത്തുള്ള അപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഓരോരുത്തരോടും അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങൾ ആരെങ്കിലും കഷിന്റെ തലേനും പോളിയോ ബാധിച്ച കാലുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്. ആ സമയം അവൻ തന്റെ ഫോണിൽ എല്ലാവരുടെ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. അന്ന് ആ അപ്പാർട്ട്മെന്റിൽ ആ കില്ലറും ഉണ്ടായിരുന്നല്ലോ. അന്നായിരുന്നല്ലോ ആദ്യമായിട്ട് കില്ലർ ജയെ കാണുന്നതും. അയാളും താൻ വെള്ളം കുടിച്ച ശേഷം കുപ്പി ചുരുട്ടി പോക്കറ്റിൽ വെക്കാറുണ്ടായിരുന്നു. അവിടെ വെച്ച് ജയ് അത് ശ്രദ്ധിച്ചതാണ്. അതേ ആളെ തന്നെയാണ് ഇതെന്ന് ജയ്ക്ക് മനസ്സിലായി. അവന്റെ വീഡിയോ ക്ലിയർ ആയിട്ട് തന്നെ ജയുടെ ഫോണിലുണ്ടായിരുന്നു. വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് പല രൂപത്തിൽ നടക്കാം. എന്നാൽ അയാളുടെ ചില രീതികളുണ്ട്. ആ രീതികൾ എപ്പോഴും അയാൾക്ക് മാറ്റാൻ പറ്റണമെന്നില്ല. ഈ കില്ലറിനും അങ്ങനൊരു ശീലം ഉണ്ടായിരുന്നു. ചെറിയ കുപ്പിയിൽ നിന്ന് വെള്ളം കുടിച്ച ശേഷം അത് ചുരുട്ടി പോക്കറ്റിൽ വെക്കുന്ന ഒരു ശീലം. ആ ഒരു ശീലം വെച്ചിട്ടാണ് ഇവിടെയും കില്ലറിനെ ജയ് ഐഡന്റിഫൈ ചെയ്തത്. കില്ലറിനെ സംബന്ധിച്ച് അവന്റെ ഐഡന്റിറ്റി പുറത്താകുന്നത് അവനെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് അവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഐഡന്റിറ്റി പുറത്തുവിടുക എന്നതാണ്. തന്റെ പത്രത്തിലൂടെ എല്ലാ ദിവസവും ജയ് നമ്മുടെ ഈ കില്ലർ മരിച്ചു എന്നുള്ള വാർത്ത കൊടുക്കുന്നു. ആരെങ്കിലും ഒരാൾ ഈ വാർത്ത ശ്രദ്ധിക്കും. എവിടെയെങ്കിലും വെച്ച് ഇവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കും. നിരന്തരമായിട്ട് ഒരേ ആള് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം ഈ വാർത്ത വന്നപ്പോൾ പലരും അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരാൾ ഈ വാർത്ത കണ്ട് അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതുവഴി നമ്മുടെ കില്ലർ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് കയറി പോകുന്നത് കാണുന്നത്. ഇത് കണ്ടിട്ട് അയാൾ ആ വാർത്തയിലുണ്ടായിരുന്ന നമ്പറിൽ വിളിക്കുന്നു. ജയ് ആണ് ഫോൺ എടുത്തത്. നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന വാർത്തയിലുള്ള അതേ ആൾ തന്റെ വീടിന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അയാൾ ജയ് അറിയിച്ചതും ജയ് സീതയും മറ്റു പോലീസുകാരെയും കൊണ്ട് അവിടേക്ക് വരുന്നു. എന്നാൽ ആ വീട്ടിലേക്ക് അവർ കയറുന്നതിന് മുൻപ് തന്നെ അവർക്കെതിരെ വെടിയുണ്ടകൾ പാഞ്ഞു വന്നു. പല പോലീസുകാർക്കും പരിക്കേറ്റു. വീടിനുള്ളിൽ ആരോ നടക്കുന്നുണ്ടെന്ന് ഒരു പോലീസുകാരൻ സീതയ്ക്ക് വിവരം കൊടുത്തതും സീത പെട്ടെന്ന് കിച്ചന്റെ സൈഡിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. കില്ലർ ഗ്യാസ് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പൊട്ടിത്തെറി നടക്കുകയും അവിടെയെല്ലാം തീ പടരുകയും ചെയ്തു. അവർ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ കത്തിക്കരിഞ്ഞൊരു മൃതദേഹം കാണാമായിരുന്നു. തൊട്ടപ്പുറത്തെ റൂമിലാകട്ടെ കില്ലർ യൂസ് ചെയ്തിരുന്ന വിഗും താടിയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ അയാൾ കൊല ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റും. എന്താണെങ്കിലും കില്ലർ മരിച്ചു എന്ന് സീത പറയുന്നുണ്ട്. എന്നാൽ ഇതിവിടെ അവസാനിക്കുന്നില്ല എന്നാണ് ജയ് പറയുന്നത്. കൊല നടത്താൻ കില്ലറിന് കൊട്ടേഷൻ കൊടുത്ത BBA ബാങ്കിന്റെ ആൾക്കാരെയെല്ലാം തന്നെ സീത അറസ്റ്റ് ചെയ്തു. പക്ഷെ ജയ് മറ്റെന്തോ പ്ലാൻ ഇടുകയായിരുന്നു. സെമിത്തേരിയിൽ അവന്റെ കുഴിയിടുന്നു. അവിടെ ഉണ്ടായിരുന്ന ലൈറ്റുകൾ മാറ്റുന്നുണ്ട്. പുതിയ ലൈറ്റുകൾ സ്ഥാപിച്ചു. എന്തൊക്കെ സാധനങ്ങൾ തന്റെ ഫ്രണ്ട്സിനെ ഉപയോഗിച്ച് വാങ്ങിക്കുന്നു. എന്നിട്ട് പിറ്റേന്ന് അവൻ ആർക്കോ വേണ്ടി ആ സെമിത്തേരിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അന്ന് ഒക്ടോബർ 2 ആണ്. കില്ലർ അവനെ കൊല്ലുമെന്ന് പറഞ്ഞ ദിവസം. അവൻ പ്രതീക്ഷ പോലെ കില്ലർ വേഷം മാറി അവിടേക്ക് വരുന്നു. ജയ് ചിരിച്ചുകൊണ്ട് കില്ലറിനോട് പറയുന്നു,
പറയുന്നുണ്ട്, തലേന്ന് ആ വീട്ടിൽ മരിച്ചത് നീ അല്ലാന്ന് എനിക്ക് മനസ്സിലായി എന്ന്. കാരണം വെടിയുണ്ടകൾ പാഞ്ഞു വന്നെങ്കിലും അതൊന്നും തന്നെ വീടിനുള്ളിൽ നിന്ന് വന്നതല്ല, പുറത്തുനിന്നും വന്നതാണ്. വീടിനുള്ളിൽ നീ അല്ലായിരുന്നു എന്നും മറ്റാരോ ആയിരുന്നു എന്ന് എനിക്ക് ഓൾറെഡി മനസ്സിലായി. എന്താണെങ്കിലും എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നെ തേടി നീ ഇവിടേക്ക് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്താണെങ്കിലും ഞാൻ വിചാരിച്ചതിനേക്കാൾ സ്മാർട്ടാണ് നീ എന്ന് കില്ലറും ജെയോട് പറയുന്നു. അവൻ തന്റെ വിഗും താടിയെല്ലാം തന്നെ ഊരിമാറ്റി, ജാക്കറ്റ് ഊരിമാറ്റി, തന്റെ ജാക്കറ്റിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു കുപ്പി വെള്ളം അവിടേക്ക് വെക്കുകയും ചെയ്യുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ജയ്ക്ക് നേരെ ചൂണ്ടുന്നു. എന്നാൽ ജയ് ആകട്ടെ അവിടെയെല്ലാം നനയ്ക്കുന്ന വാട്ടർ പൈപ്പ് തുറന്നു വിടുകയും പെട്ടെന്ന് കില്ലറിന്റെ മുഖത്തേക്ക് വെള്ളം വീണ കാരണം ശ്രദ്ധ മാറുകയും ചെയ്യുന്നു. ആ സമയം കൊണ്ട് ജയ് അവിടെ നിന്ന് ഓടി ഒളിച്ചു. കില്ലർ ജയെ തന്നെ തേടി നടക്കുകയായിരുന്നു. കില്ലറിന്റെ ശ്രദ്ധ മാറുന്ന സമയത്ത് ജയ് ബാക്കിലൂടെ പോയി കില്ലറിനെ ആക്രമിക്കുന്നു. രണ്ടുപേരും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. കില്ലറിന്റെ തോക്കിൽ നിന്നും വെടിയുണ്ടയിട്ട് ജയുടെ കാലിനും പരുക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ജയ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കമ്പി ഉപയോഗിച്ച് കില്ലറിനെ കുത്തുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും കില്ലറിനെ അടിച്ചിട്ട് ജയ് ഓരോ കല്ലറയ്ക്ക് പിന്നിലായിട്ട് ഒളിച്ചിരുന്നു. കില്ലർ നടന്നു വരുന്ന വഴിക്ക് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് കത്തുകയും അവിടെയുള്ള വെള്ളത്തിലേക്ക് അയാൾ കാലെടുത്ത് വെക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ അപകടം മണത്ത കില്ലറാകട്ടെ വെള്ളത്തിലേക്ക് വീഴാതെ മറ്റൊരിടത്തേക്ക് ചാടി രക്ഷപ്പെടുന്നു. ഞാൻ മറ്റുള്ളവരെ കൊല്ലുന്ന രീതിയിൽ തന്നെ നീ എന്നെ കൊല്ലാമെന്ന് കരുതിയൊന്ന് കില്ലർ ജയോട് ചോദിക്കുന്നു. ജയ് പെട്ടെന്ന് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയതും കില്ലർ അവനെ ഷൂട്ട് ചെയ്യുന്നു. ജയുടെ വയറിന്റെ സൈഡിലായിട്ടാണ് ബുള്ളറ്റ് തറച്ചത്. ജയ് താഴേക്ക് വീണു. കില്ലർ അവന്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കില്ലർ നേരത്തെ അവിടെ വെച്ചിരുന്ന വെള്ളം എടുത്ത് കുടിക്കുകയും ചെയ്തു. എന്നാൽ അത് കഴിയുമ്പോൾ ജയ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിന്റെ കളിയിൽ നിന്നെ ജയിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് നീ വിചാരിച്ച പോലെ ആ വെള്ളത്തിൽ ഷോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചാടി രക്ഷപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ നീ ഇപ്പൊ കുടിച്ച വെള്ളത്തില് നീ വിചാരിക്കുന്ന പോലെ വെള്ളം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അത് കേട്ടതും കില്ലർ ഞെട്ടി. കില്ലറിന്റെ കണ്ണു വെട്ടിച്ച് ജയ് നേരത്തെ കില്ലർ വെച്ചിരുന്ന ആ വെള്ളം മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ജയുടെ സുഹൃത്ത് സത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ മോർച്ചറിയിൽ ഇരിക്കുന്നത് ഒരു കെമിക്കലാണെന്നും അത് കുടിച്ചു കഴിഞ്ഞാൽ 15 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ ശരീരം തളർന്നു പോകുമെന്നും അതേ നിങ്ങൾ മരിക്കുമെന്നും. ആ ഒരു കെമിക്കല് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ജയ് ഇതിവിടെ വെച്ചത്. കില്ലർ വിചാരിച്ചു താൻ നേരത്തെ വെച്ച വെള്ളം തന്നെയാണ് ഇതെന്ന്. അതുകൊണ്ടാണ് കില്ലർ അതെടുത്ത് കുടിച്ചതും. നിന്നെ കുടുക്കിയത് നിന്റെ ചില ശീലങ്ങൾ തന്നെയാണെന്ന് ജയ് പറയുന്നു. ജയ് പറഞ്ഞ പോലെ തന്നെ കില്ലറിന്റെ ശരീരം തളരാൻ തുടങ്ങി. പതിയെ അവന്റെ ബ്രെയിനെ അത് ബാധിക്കാൻ തുടങ്ങി. നീ നന്നായിട്ട് കളിച്ചു എന്ന് കില്ലർ അവസാനമായി പറഞ്ഞുകൊണ്ട് താഴേക്ക് വീഴുന്നു. തലേന്ന് രാത്രി ജയ് എടുത്തിട്ടിരുന്ന കുഴിയിലേക്കാണ് കില്ലർ വീഴുന്നത്. ജയ് ആ കുഴി മൂടുകയും അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു. അഞ്ജലിക്ക് അവൻ വാക്കു കൊടുത്ത പോലെ തന്നെ അവളുടെ അച്ഛൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് അവളോട് പറയുന്നു. അവളെ കൊന്നയാളെയും അവളുടെ അച്ഛന്റെ അടുത്തേക്ക് തന്നെ മാപ്പ് പറയാൻ താൻ അയച്ചിട്ടുണ്ടെന്നും ജയ് പറയുന്നു. നിന്റെ അച്ഛന്റെ മരണത്തിന് ഞാൻ പകരം വീട്ടി, നീ എനിക്ക് ഇതിനെല്ലാം പകരമായിട്ടൊരു പുഞ്ചിരി തരണമെന്ന് ജയ് അവളോട് പറഞ്ഞതും അവൾ ചിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ആ ചിരി പൊട്ടിക്കരച്ചിലായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ജയ് ആഗ്രഹിച്ചത് അത് തന്നെയായിരുന്നു. ഉള്ള വിഷമമെല്ലാം തന്നെ അവൾ കരഞ്ഞു തീർക്കണം. എന്നാൽ മാത്രമേ അവൾക്ക് മുന്നോട്ട് നോർമലായിട്ട് പോകാൻ പറ്റൂ. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നതും. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.